ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇപ്പം ഞങ്ങൾ പൊന്നാനിയാണുള്ളത്. സോ മോനെ അച്ഛമ്മയ്ക്കും എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും ആ അച്ഛമ്മയുടെ ചേച്ചിക്കും അനിയത്തിക്കും അച്ഛൻ്റെ സിസ്റ്ററിനും ഹസ്ബൻഡിനും എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സോ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലവും കൂടെ വിസിറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. സോ പോകുമ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, തില്ലുണ്ട്, അച്ഛമ്മയുണ്ട്, മോനുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അച്ഛമ്മേനോട് ഞാനൊരു ടാറ്റ പറയാൻ ഹായ് പറയാനൊക്കെ പറഞ്ഞു. അച്ഛമ്മ ഭയങ്കര നാണിച്ച് അങ്ങനെ അവസാനം ഹായ് അങ്ങ് പറഞ്ഞു. എന്നോട് പറയുകയും ചെയ്തു, എന്നെ ദയവേത് വൈറലാക്കരുത്. പിന്നെ അങ്ങനെ ഞങ്ങൾ പോകുന്ന റോട്ടിൽ തന്നെ സൈഡിൽ പൊന്നാനി കായലുണ്ടായിരുന്നു. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, കായൽ കാണിക്ക്, വീഡിയോയിൽ കായൽ കാണിക്കണം എന്നൊക്കെ. പക്ഷേ ഇത്രേ എനിക്ക് കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിൽ കൂടുതൽ കാണാൻ ഞാൻ ഇറങ്ങി നിൽക്കണം. അങ്ങനെ ഞാൻ ആ നാഷണൽ ഹൈവേയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും കായലിലേക്ക് കെട്ടിത്താത്തു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കായലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. സോ ഇതാണ് ഞാൻ വരാൻ ഉദ്ദേശിച്ച സ്ഥലം. ഇറ്റ്സ് മെറൈൻ വേൾഡ് ഇൻ ചാവക്കാട്. സോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഐ തിങ്ക് ഇറ്റ്സ് 2 years അല്ല 3 years ഒക്കെ ആവുന്നുള്ളൂ. പക്ഷേ ചില ആൾക്കാരുടെ ഇൻസ്റ്റ പേജിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഈ ഒരു സ്ഥലത്തിനെ പറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇന്ന് ഞങ്ങൾ കാണാമെന്നൊക്കെ വിചാരിച്ചു. അമ്മയ്ക്കിത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഞാൻ ആക്ച്വലി ദുബായിലുള്ള ഒരു അക്വേറിയം കണ്ടിട്ടുണ്ട്, ഉള്ളിൽ കയറി കണ്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്, ആക്ച്വലി ഗ്ലാസ് ഫ്ലോറിംഗ് ഒക്കെ ആയിട്ട് ബോട്ടിൽ. സോ അവർ ആക്ച്വലി അതിൻ്റെ നല്ലൊരു ടൈപ്പ് തന്നെ നാട്ടിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടി അവർ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടെ ആക്ച്വലി സ്പേഷ്യസ് ആയിട്ടും കുറച്ചുകൂടെ എന്താ പറയണ്ടേ വെറൈറ്റീസ് ഓഫ് ഫിഷ് സ്പീഷീസും കൂടെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ തുടങ്ങിയതാണ് അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ്. സോ അങ്ങനെ അതിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ്. ഇതൊരു ബോട്ട് പോലെ ഒരു ടൈപ്പ് ഒരു സംഭവമാണ്. ഇതിനകത്ത് ഒരു 8 ആൾക്കാർ മാക്സിമം കയറാൻ പറ്റും. സോ അങ്ങനെ ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ഒരു ഗ്ലാസ് ആണ്. ഇത് വെള്ളത്തിനടിയിൽ കൂടെ പോവുകയാണ്. സോ നമുക്ക് ഈ ഗ്ലാസ് വഴി തന്നെ അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് എല്ലാം കാണാം. സോ അതിനകത്തുള്ള മീനിനെ കാണാം. സോ അടിയിൽ കുറച്ച് സ്റ്റാച്യൂസ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് എന്താ പറയുക, ബിൽഡിങ് ടൈപ്പും ആൾക്കാരുടെ ഫേസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ കണ്ടുകൊണ്ട് പോകാം. അപ്പം മോനാണെങ്കിൽ ഇപ്പോൾ 3 months ഒരു 16 days ആയി. സോ അവനാണെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ പിന്നെ പറഞ്ഞും കേട്ടിട്ടുണ്ട് ഈ മീൻ പോകുന്ന ആ ഒരു വ്യൂ, ലൈക്ക് ഒരു അക്വേറിയം വ്യൂ ഒക്കെ കുട്ടികൾക്ക് അവരുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനും ഫോക്കസ് ഇൻക്രീസ് ചെയ്യാനും അവരുടെ ക്യൂരിയോസിറ്റി വളർത്താനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. സോ മോനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് കാണുമ്പോൾ. അവന് ഈ മീനിനെയൊക്കെ കാണുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഉറങ്ങേണ്ട ആളാണ്, പക്ഷേ നന്നായെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസിങ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമ്മൾ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. സോ ഇതൊക്കെ അക്വേറിയത്തിനകത്തുള്ള ഫോട്ടോസാണ്. ആക്ച്വലി അക്വേറിയത്തിനകത്തും നല്ല രസമാണ്. ഒരുപാട് സ്പേസിലാണ് അവരിത് ചെയ്തിരിക്കുന്നത്. അവർ ആക്ച്വലി അവിടെ 100% എഫേർട്ട് ഇട്ടിട്ടായിരിക്കണം ഈ ഒരു അക്വേറിയം അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും ഉള്ള സ്പേസിൽ നല്ല ഒരു മോഡൽ എന്താ പറയണ്ടേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നല്ല രീതിക്ക് അതവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തോ അതിന് വേർത്തായിരുന്നു ഈ ഒരു വിസിറ്റ് എന്ന് വേണം പറയാൻ. സോ അങ്ങനെ മോനെല്ലാം അക്വേറിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. അവന് മീനിനെ കണ്ടിട്ട് ഗ്ലാസ്സിന് പുറത്തൂടെ മീനിനെ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സോ ആളെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ട്, പക്ഷെ എന്നാൽ കൂടെ ശരിക്ക് എന്താ ആ ഒരു ഫിഷിനെ കാണേണ്ട ഒരു സ്പേസിൽ നിന്നൊക്കെ അവൻ എണീറ്റ് കാണുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് കാണാം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട്. എനിക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അത്രത്തോളം സ്പേസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് തന്നെ ഫിഷ് സ്പാ ഉണ്ട്. സോ ഇതൊക്കെ ആ ഒരു ഫസ്റ്റ് എൻട്രി ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ അങ്ങനെ പിന്നെ ഒരു ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ ഒരു കുഞ്ഞ് എഫക്റ്റുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനോസറിൻ്റെ ഒരു സ്കെലിറ്റൺ ടൈപ്പ് ഒരു വാളിൽ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു ടോട്ടോയ്സിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ
ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടി പോയി. ആക്ച്വലി നല്ലൊരു സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷിയിലെ പോലെയുള്ള ഒരു സൗണ്ട് എഫക്ട്സ്. പിന്നെ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് അമ്മയും മോനും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ അക്വേറിയത്തിൻ്റെ നെക്സ്റ്റ് പോർഷനിലേക്ക് പോവുകയാണ്. സോ ഇവിടെയും ഒരുപാട് കളർഫുൾ ഫിഷസ്, കുഞ്ഞു കുഞ്ഞു മീൻ, ഈ സ്റ്റിംഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റിംഗ് കാര്യം പറഞ്ഞാൽ ആക്ച്വലി സ്റ്റിംഗ് ഒക്കെ ഭയങ്കര ഒരു ലൈവ്ലിയാണ്. ആക്ച്വലി വേറെ ഞാൻ സൂവിലൊക്കെ പോയപ്പോൾ ഒക്കെ എന്താ വെച്ചാൽ നാട്ടിൽ ഉള്ള സൂവിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഉള്ള ആ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ആ ഒരു ആനിമൽസ് എന്താണ് അത്ര ഒരു ഹെൽത്തി അല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അവരെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്ന് ഈ ഒരു ഫിഷിനെ ആണെങ്കിലും എല്ലാറ്റിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അവരതിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അക്വേറിയം ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ അതേപോലെ തന്നെ ഫിഷുകളെല്ലാം വളരെ ആക്റ്റീവായിരിക്കുകയാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷിനെ ഇവിടെ കാണാൻ പറ്റില്ല. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ഫീഡ് കിട്ടുന്നുണ്ടെന്നൊക്കെ അതിനൊക്കെ കണ്ടറിയാനുണ്ട്. സോ നല്ലൊരു വ്യൂ ആണ്. സോ ചാവക്കാട് അല്ലെങ്കിൽ ഗുരുവായൂർ സൈഡിൽ അല്ലെ പൊന്നാനി സൈഡിൽ വരുന്നവരെല്ലാവരും മസ്റ്റ് വിസിറ്റാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ള ഫോട്ടോസ് ആൻഡ് സ്പേസസ് കൂടെ എല്ലാവരും കാണണം. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് വൺ ലാസ്റ്റ് തിങ്, ഇവിടെ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഫ്രണ്ടിൽ തന്നെ ക്വാഡ് ബൈക്കിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ബീച്ചും ഉണ്ട്. സോ ഇതൊരു എന്താ പറയണ്ടേ, ഒരു നല്ലൊരു പ്ലേസ് ആണ് ടു വിസിറ്റ്.